ഫോക്കസ് ഉള്ള ഒരാളുടെ കഥ പറയാം. പേര് അനന്തു കൃഷ്ണൻ. തട്ടിപ്പ് വലിയ ഫോക്കസിന്റെ ഭാഗമായിട്ടായിരുന്നു. പകുതി വില തട്ടിപ്പിൽ അന്വേഷണവുമായി ED എത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പരാതികൾ കുത്തനെ കൂടുന്ന സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി സൈഫ് ന്യൂസ് അലിയാർ ചേരുന്നു. സൈഫ് ന്യൂസ് അലിയാർ, പാതിവില തട്ടിപ്പിൽ ED എത്തുന്നു അല്ലേ? സൈഫ് ന്യൂസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പാതിവില തട്ടിപ്പിൽ ED അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. EDയുടെ പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രാഥമിക അന്വേഷണം ED ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പ്രാഥമിക വിവരശേഖരണമാണ് ED ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഒരു സാമ്പത്തിക കുറ്റകൃത്യം സംസ്ഥാനത്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ FIR ആയി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പരാതിയിന്മേൽ EDക്ക് അന്വേഷണം ആരംഭിക്കാനാകും. ആ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ, അതായത് ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിരിക്കുന്നത്. അതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നത്. അതായത് സംസ്ഥാനത്താകമാനം 1000 കോടി രൂപയുടെ അതിന് അപ്പുറത്തേക്ക് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുമെന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രാഥമികമായ ഒരു വിവരശേഖരണമാണ് കൊച്ചി യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ വിവരശേഖരണങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. കാരണം കോടതിയിൽ ഇത് സംബന്ധിച്ച കസ്റ്റഡി അപേക്ഷയ്ക്കായി പോലീസ് അപേക്ഷ സമർപ്പിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചി യൂണിറ്റാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. അതായത് നിലവിൽ പോലീസും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം പോകുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളെല്ലാം തന്നെ ഇനി ഉടനടി ആരംഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം നിലവിൽ ഈ പരാതികൾ പല സ്ഥലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലയിൽ മാത്രം 600-ലേറെ പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ പറവൂരിൽ, അതായത് വടക്കൻ പറവൂരിൽ മാത്രം ലഭിച്ചിരിക്കുന്നത് 47 പരാതികളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായി നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ വൈഭവ് സക്സേന നമ്മളോട് പറഞ്ഞത് 5 DYSPമാരുടെ കീഴിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാനും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.